ഹലോ ഗൈസ്, ഇന്ന് ഡേ 3 ആണ്. സൗണ്ട് ഗൈസ്, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. എന്താണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടാണ്. പക്ഷെ ഞങ്ങൾ ആരും കയറില്ല, എങ്ങനെയാണ് നോക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പെർ ഹെഡ് 300 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഹലോ ഗൈസ്, നമ്മൾ സിപ്പ് ലൈൻ ആണ്. ഞാൻ പോയില്ല, മാം പോയില്ല. ഹലോ ഗായ്സ്, ഇന്ന് ഡേ 3 ആണ്. സൗണ്ടൊന്നുമില്ല, എല്ലാവരും സൗണ്ടും പോയിക്കാണ്. അവർക്ക് ഹായ് പറയാൻ പോലുള്ള സൗണ്ടൊന്നുമില്ല. ഇപ്പോൾ സമയം 5:51 ഞങ്ങൾ 4 മണിക്ക് നീച്ച് മാറ്റാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും എന്താണ്, ബസ്സിൻ്റെ ആൾക്കാർ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ബസ്സിലൊക്കെ കയറി കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ്സൊക്കെ വന്നു. 6 മണിക്ക് പറഞ്ഞു ആദ്യം, പിന്നെ പറഞ്ഞു 5 മണിക്കാണ് ബസ്. പിന്നെ ഞങ്ങൾ 3 മണിക്കാണ് എണീപ്പിച്ചു. ഇനി ഞങ്ങൾ പോണത് എങ്ങോട്ടാണ്? ഓഫ് ടു ചിക്ക്മാംഗ്ലൂർ. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു പോകും ഗൈസ്. ബൈ. ഇത് പിന്നെ എല്ലാവരും ഇറങ്ങിയപ്പോൾ എനിക്കും പർവേസിനും ബോറടിച്ചപ്പോൾ ഞങ്ങൾ ബസ്സിലിരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് നോക്കിയപ്പോൾ ബസ്സിലത്തെ എല്ലാവരും കടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നടക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് എനിക്ക് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ എൻ്റെ ഫോൺ ഓഫ് ആയിട്ടോ. ഗൈസ്, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. നമ്മൾ എവിടെയാണ്? ചിക്ക്മാംഗ്ലൂരാണ്. ബാക്കിൽ ഇതാ ഇത്രയും ആൾക്കാരുണ്ട്. ഫ്രണ്ടിൽ ഞങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നല്ല ഫ്രണ്ടിൽ ഗൗതമുണ്ട്, സൽമാനുണ്ട്, അസ്നുണ്ട്. പിന്നെ ട്രക്കിങ് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേടിയുണ്ടോ? അസ്ന പേടിയുണ്ടോ? പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയ പ്ലേസ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാമായിട്ട്. പിന്നെ അവിടെ കുറേ ചെടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഗായ്സ്, ഇപ്പൊ നമ്മളെവിടെയാണ്? മാംഗ്ലൂരിൽ എവിടെയാണ്? ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാ പറഞ്ഞിട്ട് ആള് ഫസ്റ്റ് ഇവിടെയാണ് നിർത്തിയത്. എന്തായാലും കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രൈവർ ആയിരുന്നു, ഭയങ്കര സ്പീഡും ഫാസ്റ്റും ഒക്കെ കേട്ടോ. അതുകൊണ്ട് എല്ലാ സ്പോട്ടിലും ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയിരുന്നത്. പിന്നെയാണ് ഞങ്ങൾ ഓരോ ഫ്രണ്ട്സ് വണ്ടി എവിടെ നിർത്തിയാലും അപ്പം അവിടെ സോങ് ഉണ്ടാവും. അപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് റോഡിൽ വരെ ഡാൻസ് കളിക്കുന്ന ടീമാട്ടോ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഇവിടെ വരെ നിർത്തിയതല്ലേ വിചാരിച്ച് ആ ജീപ്പിന്റെ മുന്നിൽ നിന്ന് വീണ്ടും കുറെ വീഡിയോസും ഫോട്ടോസും കണ്ടില്ലേ. ഇപ്പോഴും എല്ലാവരും ഡാൻസിൽ തന്നെയാണ്. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയൊരോളം ഇപ്പോഴും നിന്നിട്ട്. ഞങ്ങളൊരു 8-10 ആളായിരുന്നു കേട്ടോ ഒരു ജീപ്പിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ജീപ്പിലായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും അടിപൊളി ഞങ്ങളെ ജീപ്പ് തന്നെയായിരുന്നു, കാരണം ഞങ്ങള് ഡ്രൈവർ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര വൈബ് ഉണ്ടായിരുന്നത്. കണ്ണാപ്പൂ അവിടെ ബാക്കിൽ നിന്നിട്ട് എന്തൊക്കെയാ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അപ്പൊ ഇപ്പൊ നമ്മളെവിടെ അറിയോ? എവിടെയാണ്? ചിക്ക്മാംഗ്ലൂര് ഒരു മലന്റെ മേലെയാണ്. ഇവിടെ എന്താണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിക്കാണ്. പക്ഷെ ഞങ്ങൾ ആരും കേറിണ്ട് എങ്ങനെയാണ് നോക്കിയിട്ടാണ് ഞങ്ങൾ കയറണത്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പെർ ഹെഡ് 300 എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. ഞാനും ആദ്യം വിചാരിച്ചു പോണ്ടെന്നുള്ളത്. പിന്നെ എല്ലാവരും പോകണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കയറിയാലോ എന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം ചിന്തിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ പോക്കും വരവൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് കയറിയാലോ എന്നുള്ളത്. പിന്നെ ആലിയ പോണം എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നു. അങ്ങനെ പിന്നെ പൈസയൊക്കെ കൊടുത്തോണ്ട് പിന്നെ ഓള് പോവാന്ന് തന്നെ ആയിട്ടോ. പക്ഷെ ഓള് അവസാനം വരെ കരഞ്ഞിട്ടായിരുന്നു. അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസം ഉണ്ടായിരുന്നു അതിനെ പോവാനൊക്കെ. അത്രയും ഇതാണെങ്കിൽ അങ്ങോട്ട് മാത്രമല്ല കേട്ടോ, ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നൈഷാനിയും പോകാൻ വേണ്ടി സെറ്റ് ആവണതാണ് കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ സിപ്പ് ലൈൻ ആണല്ലോ. ഞാനും പോണില്ല, മാമും പോണില്ല. മാം എന്താ പോവാത്തെ? ഞാനും നോട്ട് ഫീലിംഗ് വെൽ, സോ ഞങ്ങൾ പോണില്ല. അങ്ങനെ മാമിനോട് നോട്ട് ഫീലിംഗ് വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും കയറാനൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ ഞാൻ കയറിയപ്പോൾ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അയാൾ എന്നോട് പൊയ്ക്കോ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേന്ന് ആലോചിച്ചിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. ആളാണെങ്കിൽ ഹിന്ദിയിൽ എന്തൊക്കെയോ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടാട്ടോ പോയിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ അയാളെ ടോണൊക്കെ മാറിയിരുന്നു കേട്ടോ. പൊയ്ക്കോന്നുള്ളത് പോന്നായി. അപ്പോഴാണ് ഞാൻ അതിൽ ചാടിയത് കേട്ടോ. എല്ലാവരും നേരം പോലെ പോയത്, ഞാൻ മാത്രം ഈ സൈഡിലേക്ക് തിരിഞ്ഞിട്ടാ പോയി. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ടാസ്ക് എന്താ വെച്ചാൽ അവിടെ എത്തിയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും വേണ്ടീനു. അതായിരുന്നു പിന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. മാം, ഞാൻ സിപ്പ് ലൈനിൽ കയറി മാം.
Oh, how was it? പിന്നെ ഉച്ചയ്ക്ക് എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണമൊന്നും എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെക്കിങ്ങിന്റെ ലാസ്റ്റ് ആയപ്പോൾ ഒരു മലന്റെ മേലക്കാട്ടോ പോയി, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയർ ആണ്. അപ്പോഴും എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസേ കിട്ടിയിട്ടുള്ളൂ. ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ അത്ര സെറ്റപ്പ് ഒന്നുമില്ല, ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയർ ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും എവിടെ പാട്ടിട്ട് കൊടുത്താലും തുള്ളണ ടീമായോണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ഫുഡ് ആയതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് മാറ്റി ചീര റൈസോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. പക്ഷെ ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിന് വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല, കാരണം ഐസ്ക്രീം 2-3 പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ അവിടുന്നും ഈ പാട്ടും തുള്ളലും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തെയും പോലെ തന്നെ രാത്രിക്ക് എന്നും കാൻഡിൽ നൈറ്റ് ഡിന്നർ ആട്ടോ. അങ്ങനെ പിന്നെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്യലും പാട്ടും ഡാൻസും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. വീണ്ടും ഓളെ മാത്രല്ല ബർത്ത്ഡേ ഉണ്ടായിരുന്നത്, പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ആളോടൊപ്പം കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ട്രിപ്പിന് ശേഷം. പിന്നെ കുറച്ച് രാവിലൊക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിലേക്ക് തിരിച്ചെത്തി ഗൈസ്. വെരി സാഡ്.